നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതോടെ ബി.ജെ.പിക്ക് വൻ തിരിച്ചടിയാണ്. യഥാർത്ഥത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റും സുപ്രീം കോടതിയുടെ ജാമ്യം നൽകലും ബി.ജെ.പിക്ക് വളരെയധികം ക്ഷീണമാവുകയാണ് ചെയ്തത്. ഈ സാഹചര്യം പരമാവധി മുതലെടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ ലക്ഷ്യം. വീണുകിട്ടിയ വടി പോലെയായി സത്യത്തിൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഈ യുദ്ധം ഇവിടം കൊണ്ടൊന്നും തീരില്ല. തിരഞ്ഞെടുപ്പ് വരെ ആളിക്കത്തിക്കാൻ തന്നെയാണ് നീക്കം. അതുകൊണ്ട് തന്നെ മോദിയെ വിറപ്പിക്കുന്ന ചില ചോദ്യങ്ങളുമായി കോൺഗ്രസ് മോദിയുടെ പത്രികാ സമർപ്പണ വേളയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ചോദ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് എക്സിലൂടെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഗംഗാ നദി വൃത്തിയാക്കാനായി മോദി അവതരിപ്പിച്ച നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. 20,000 കോടി രൂപ ചെലവഴിച്ചിട്ടും ഗംഗ എന്തുകൊണ്ടാണ് കൂടുതൽ മലിനമാകുന്നതെന്നാണ് ജയറാം രമേശ് ചോദിച്ചത്. വാരണാസിയിലേക്ക് 2014 വന്നപ്പോൾ ഗംഗാ മാതാവ് എന്നെ വിളിച്ചു എന്നാണ് മോദി പറഞ്ഞത്. ഗംഗാ നദിയിലെ ജലം ശുദ്ധമാക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ഉടൻ മോദി നിലവിലുണ്ടായിരുന്ന ഓപ്പറേഷൻ ഗംഗ പദ്ധതിയുടെ പേര് നമാമി ഗംഗ എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. 10 വർഷത്തിനിപ്പുറം നമാമി ഗംഗ പദ്ധതിക്കായി ഖജനാവിൽ നിന്ന് 20,000 കോടി രൂപയിലേറെയാണ് ചെലവഴിച്ചത്. അതിന്റെ ഫലം ഇതാണ്. മലിനീകരിക്കപ്പെട്ട നദീതടങ്ങളുടെ എണ്ണം 51 നിന്ന് 66 ഉയർന്നു. അപകടകാരികളായ ബാക്ടീരിയ ഉള്ളതായി 71% മോണിറ്ററിംഗ് സ്റ്റേഷനുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സുരക്ഷിതമായ അളവിനേക്കാൾ 40 മടങ്ങ് കൂടുതലാണ്. കൂടാതെ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യവും ഇപ്പോഴുണ്ട്. നികുതിദായകരുടെ ആ 20,000 കോടി രൂപ എവിടെ പോയി? അഴിമതിയിലൂടെയും കെടുകാര്യസ്ഥതയിലൂടെയും എത്ര കോടി രൂപ തട്ടിയെടുത്തു? ഗംഗാ മാതാവിനോട് പോലും നുണ പറഞ്ഞ ഒരാളെ വാരണാസിയിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ജയറാം രമേശ് ചോദിക്കുന്നു. വാരണാസി മണ്ഡലത്തിൽ മോദി ദത്തെടുത്ത 8 ഗ്രാമങ്ങളെ കുറിച്ചും ജയറാം രമേശ് ചോദ്യങ്ങൾ ഉന്നയിച്ചു. മോദിയാൽ ദത്തെടുക്കപ്പെട്ടു എന്ന ദൗർഭാഗ്യമുള്ള 8 ഗ്രാമങ്ങൾ വാരണാസി നഗരത്തിന് പുറത്തുണ്ട്. സ്മാർട്ട് സ്കൂളുകൾ, മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ, വീടുകൾ എന്നീ വലിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും 10 വർഷത്തിനിപ്പുറം ഈ ഗ്രാമങ്ങളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് 2024 മാർച്ചിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ജയറാം രമേശ് ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ സ്വയം സേവകനായി കഴിഞ്ഞ മോദിയുടെ ആസ്തിയും എല്ലാവരുടെയും കണ്ണ് തളിച്ചിരിക്കുകയാണ്. 3.2 കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് മോദി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 52,920 രൂപയാണ് കയ്യിൽ പണമായുള്ളത്. സ്വന്തമായി വീടോ കാറോ ഇല്ല. 80,304 രൂപ SBIയുടെ ഗാന്ധിനഗർ, വാരണാസി ശാഖകളിലെ അക്കൗണ്ടുകളിലുണ്ട്. SBIയിൽ സ്ഥിര നിക്ഷേപമായി 2.86 കോടി രൂപയുണ്ട്. കൂടാതെ SC അതായത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ 9.12 ലക്ഷം രൂപയുമുണ്ട്. 2.67 ലക്ഷം രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. 2018 മുതൽ 19 വരെ സാമ്പത്തിക വർഷത്തിലെ 11.14 ലക്ഷത്തിൽ നിന്നും 2022-23 വർഷത്തിൽ പ്രധാനമന്ത്രിയുടെ വരുമാനം 23.5 ലക്ഷമായി വർദ്ധിച്ചു. ശമ്പളവും നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയുമാണ് പ്രധാന വരുമാന മാർഗം. നന്ദി.